സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ നിലവിലിപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ സൂപ്പർ കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സീസണിലെ 2025 AIFF സൂപ്പർ കപ്പ്. അതിലെ എല്ലാ ടീമുകളുടെ മാച്ചിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചുകളെ പറ്റി ഡീപ്പായിട്ട് കണ്ട് സംസാരിക്കാം എന്നുള്ളതാണ് നിലവിലെ പ്ലാൻ. അതിൽ സൂപ്പർ കപ്പിൽ കേരള ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ക്ലബ്ബ് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഗോകുലം കേരള FC. ആ ഒരു ടീമിൻ്റെ ആദ്യത്തെ മാച്ച് ISL സൈഡായിട്ടുള്ള പഞ്ചാബ് FCക്കെതിരെയായിരുന്നു. ആ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മത്സരം അവസാനിക്കുമ്പോൾ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് പഞ്ചാബ് ഈ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളുടെയും ലൈനപ്പ് ആൻഡ് ഫോർമേഷനിലേക്ക് വരുമ്പോൾ പഞ്ചാബ് FC ഒരു 4-2-3-1 കൈൻഡ് ഓഫ് ഫോർമേഷനാണ് ഓൺ പേപ്പറിൽ കണ്ടത്. ഓൾ ഇന്ത്യൻ ബാക്ക് ലൈൻ ആയിട്ടാണ് പഞ്ചാബ് FC ഇറങ്ങിയത്. സെൻട്രൽ ബാക്ക് ആയിട്ട് ബിജോയും മീത്തയും, റൈറ്റ് ബാക്ക് ആയിട്ട് ലുങ്ദിമും, ലെഫ്റ്റ് ബാക്കിൽ മുഹമ്മദ് ഉവൈസും ഉണ്ടായിരുന്നു. മുന്നോട്ട് വരാണെങ്കിൽ ക്യാപ്റ്റൻ നിഖിൽ പ്രഭുവിനൊപ്പം ഫോറിൻ പ്ലെയർ ആയിട്ടുള്ള സെൽക്കോവിച്ച് ഉണ്ടായിരുന്നു. രണ്ട് വിങ്ങുകളായിട്ട് റൈറ്റിൽ നിംതോയും ലെഫ്റ്റിൽ സുഹൈൽ, മുഹമ്മദ് സുഹൈൽ, നമ്മുടെ അണ്ടർ 23 പ്ലെയർ മുഹമ്മദ് സുഹൈലാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് ഡ്രോപ്പ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്പർ 11 പ്രിൻസൺ ഉണ്ടായിരുന്നു. ഏറ്റവും ഫ്രണ്ടിലായിട്ട് ജേഴ്സി നമ്പർ 19 കിപ്ഗൺ ഉണ്ടായിരുന്നു. പക്ഷേ മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഈ ഫോർമേഷനിൽ കുറച്ച് വേരിയേഷനും വരുന്നുണ്ടായിരുന്നു. ആ ഒരു അറ്റാക്കിലേക്ക് പോകുന്ന സമയത്ത് നിഖിൽ പ്രഭു ഒരു സിംഗിൾ DMF ആയിട്ട് ഒരു ഡിസ്ട്രോയർ ടൈപ്പിലേക്ക് മാറിയിട്ട് ഈ സെൽക്കോവിച്ച്, ഫോറിൻ പ്ലെയർ ആയിട്ടുള്ള ആ ഒരു സെൽക്കോവിച്ചും പ്രിൻസ്റ്റനും മുന്നോട്ട് കയറി നിൽക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലെഫ്റ്റിൽ സുഹൈലും റൈറ്റിൽ നിംതോയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വിച്ച് ചെയ്ത് സാധാരണ നമ്മൾ സുഹൈലിനെ കാണാറുള്ള റൈറ്റ് പോസ്റ്റിലേക്ക് സുഹൈൽ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഡിഫൻസിലേക്ക് പോകുമ്പോൾ ഈ നിഖിൽ പ്രഭുവിനൊപ്പം തന്നെ ഈ ഒരു ഫോറിൻ പ്ലെയർ ഇറങ്ങി വന്ന് സെൽക്കോവിച്ചും ആ ഒരു ഡബിൾ പിവട്ട് രൂപീകരിക്കുന്നതും പ്രിൻസൺ കുറച്ച് ഫ്രണ്ടിലായിട്ടും അതിന് ഫ്രണ്ടിലായിട്ട് ജേഴ്സി നമ്പർ 19 സ്ട്രൈക്കറും വരുന്ന രീതിയിലാണ് ഡിഫൻസീവ് ഷേപ്പ് കണ്ടത്. അവിടെ പ്രത്യേകിച്ചും വിങ്ങുകളിലൂടെയുള്ള മുന്നേറ്റങ്ങളാണ് പഞ്ചാബിന് റിസൾട്ട് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പുറത്ത് ഗോകുലം കേരള FCയിലേക്ക് വരാണെങ്കിൽ ഒരു ഡബിൾ സ്ട്രൈക്കർ സിസ്റ്റം, ഒരു 4-4-2 രീതിയിലാണ് പേപ്പറിൽ കണ്ടത്. ഓൾ ഇന്ത്യൻ ഡിഫൻസ് തന്നെയാണ് ഗോകുലം കേരള FCയും ചൂസ് ചെയ്തത്. ഗുർസിമ്രത്തും ഹർപ്രീത്തും സെൻട്രൽ ബാക്ക് പെയറായിട്ട് വന്നപ്പോൾ റൈറ്റിൽ രാഹുൽ രാജുവും ലെഫ്റ്റിൽ ജേഴ്സി നമ്പർ 43 സോയാലും വന്നു. അവർക്ക് ഫ്രണ്ടിലായിട്ട് ജേഴ്സി നമ്പർ 15 എമിൽ ബെന്നിയും റിഷാദും ഉണ്ടായിരുന്നു. വിങ്ങുകളിലേക്ക് വരുമ്പോൾ റൈറ്റ് വിങ്ങിൽ സാമുലും ലെഫ്റ്റിൽ ജേഴ്സി നമ്പർ 10 ഫോറിൻ പ്ലെയർ ആയിട്ടുള്ള മാർട്ടിനസിനെയാണ് കണ്ടത്. രണ്ട് സ്ട്രൈക്കർ ഫ്രണ്ടിലുണ്ടായിരുന്നു, ആൽഫ്രഡും ആൽബർട്ടും. പക്ഷേ നമ്മൾ ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ജേഴ്സി നമ്പർ 16 ആൽബർട്ട് ടൊറാസ് കുറച്ചുകൂടി ഇറങ്ങി വന്ന് ബിൽഡപ്പിലും അതുപോലെ തന്നെ പന്തെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ആ ഒരു മിഡ്ഫീൽഡിന്റെ ഭാഗമാവുന്ന രീതിയിലാണ് കണ്ടത്. ഈ പറഞ്ഞ ഗോകുലത്തിന്റെ സ്ട്രൈക്കേഴ്സ് രണ്ടുപേരും പന്തെടുത്ത് വന്നിട്ട് കളിക്കുന്ന പ്ലേയേഴ്സാണ്, വിത്ത് ദ ബോൾ കളിക്കാൻ എബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ട്രൈക്കേഴ്സും ഇറങ്ങിയും വിങ്ങിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. ആ ഒരു വേരിയേഷൻ ഫ്രണ്ടിൽ കാണാൻ സാധിച്ചിരുന്നു. നമ്മൾ മാച്ചിന്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരാണെങ്കിൽ ടോട്ടലി ബിലോങ്സ് ടു പഞ്ചാബ് എന്ന് തന്നെ പറയാൻ പറ്റും. തുടക്കം തൊട്ടേ ആ ഒരു ഫസ്റ്റ് മിനിറ്റ് തന്നെ ഒരു ഷോട്ടോടുകൂടി ഫോറിൻ പ്ലെയർ ആയിട്ടുള്ള സെൽക്കോവിച്ചിന്റെ ഒരു ഷോട്ടോടുകൂടിയാണ് പഞ്ചാബ് തുടങ്ങുന്നത് തന്നെ. രണ്ടാമത്തെ മിനിറ്റ് തന്നെ അവർക്ക് ആദ്യത്തെ ഗോൾ കണ്ടെത്താനും സാധിച്ചു. ലെഫ്റ്റ് വിങ്ങിലെ സുഹൈൽ, നമ്മൾ അണ്ടർ 23 കളിക്കുന്ന സമയത്ത് വളരെയധികം പ്രൈസ് ചെയ്തൊരു പ്ലെയറാണ് സുഹൈൽ. ആൻഡ് ഇവിടേക്ക് വരുമ്പോഴും ആ ഒരു ക്ലബ് ലെവലിൽ അതിൻ്റെ ഒരു വരവ് അല്ലെങ്കിൽ വരാൻ പോകുന്ന സീസണിൽ നമുക്ക് കുറച്ചുകൂടി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്ന് പറയുന്ന ഒരു സ്പാർക്ക് ഈ സൂപ്പർ കപ്പിലെ ആദ്യത്തെ മാച്ചിൽ തന്നെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ വളരെയധികം ഇംപ്രസീവായിട്ട് കളിച്ച ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ചും പഞ്ചാബിന്റെ കൂടുതലും വിങ്ങുകളിലൂടെയുള്ള മുന്നേറ്റങ്ങളാണ് കണ്ടത്. അവിടെ നിംതോയേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ടും പന്ത് കിട്ടുമ്പോൾ ഡ്രിബിളൊക്കെ ചെയ്ത് ഓപ്പണന്റിന് കൂടുതൽ ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാനും സുഹൈലിന് സാധിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ലെഫ്റ്റിൽ കിട്ടിയ ഒരു മുന്നേറ്റം ഡ്രിബിൾ ചെയ്ത് ഇൻസൈഡിലേക്ക് കയറി ഒരു ക്രോസിന് ശ്രമിക്കവെയാണ് ഡിഫ്ലക്റ്റ് ആയിട്ട് ഒരു ഗോൾ പഞ്ചാബിന് സ്കോർ ചെയ്യപ്പെടുന്നത്. അതേ ഫസ്റ്റ് ഹാഫിൽ തന്നെ റൈറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് പോയിട്ട് അവിടെ നിന്ന് ഒരു അസിസ്റ്റും പ്രിൻസ്റ്റൺ സ്കോർ ചെയ്യുന്ന മൂന്നാമത്തെ ഗോളിന് അസിസ്റ്റ് കൊടുക്കുന്നതും ഇതേ സുഹൈലാണ്. സോ സുഹൈൽ എപ്പോഴും വിങ്ങിൽ എക്സ്ട്രീമിൽ നിന്നിട്ട് റൈറ്റിലും ലെഫ്റ്റിലും മാറി മാറി ഈ ഒരു മാച്ചിൽ കളിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അതിൻ്റെ ഇമ്പാക്റ്റ്, ഒരു ഗോളും ഒരു അസിസ്റ്റും എന്ന് പറയുമ്പോൾ ഗെയിമിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് വിത്ത് ബോൾ ഉണ്ടാക്കാനും അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഗോൾ വരുന്നത് ഒരു കോർണർ കിക്കിൽ നിന്നാണ്, സെറ്റ് പീസിൽ നിന്ന്. നിഖിൽ പ്രഭു ക്യാപ്റ്റനാണ് ഹെഡറിലൂടെ സ്കോർ ചെയ്യുന്നത്. ആ ഒരു എൻ്റയർ ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിലും പന്ത് കൈവശം വെക്കുന്ന കാര്യമാണെങ്കിലും മുന്നോട്ട് കയറി വരുന്ന കാര്യമാണെങ്കിലും അവിടെ എല്ലാം മികച്ച് നിന്നത് പഞ്ചാബ് FC തന്നെയാണ്. വെൽ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു 3 ഗോൾ ലീഡും ആ ഒരു ഹാഫിൽ സ്വന്തമാക്കാൻ സാധിച്ചു. ഇപ്പുറത്ത് ഗോകുലത്തിന്റെ ഒരു ആശ്വാസം എന്ന രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് റൈറ്റ് വിങ്ങിൽ ജേഴ്സി നമ്പർ 55 സാമുലാണ്. നമുക്ക് ഈ ഇപ്പുറത്തെ പഞ്ചാബിന്റെ സുഹൈൽ എങ്ങനെയാണോ കളിക്കുന്നത് അതിനോട് സിമിലർ ആയിട്ട് ഗോകുലം കേരള FCയിൽ ഈ ഒരു പ്ലെയറാണ് കളിച്ചത്. സുഹൈലിനെ പോലെ തന്നെ പന്തെടുത്ത് ഡ്രിബിൾ ചെയ്ത് ഇൻസൈഡിലേക്ക് കയറി ത്രെട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനോ 2-3 ത്രെട്ടുകൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാമുവലിന് സാധിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഗോകുലം FCയിൽ ഒരു ടോപ്പ് പെർഫോംഡ് ഇന്ത്യൻ പ്ലെയർ എന്നുള്ള ലെവലിലേക്കും ഈ ഒരു മാച്ചിൽ സാമുൽ വരുന്നുണ്ട്. വളരെ നല്ലൊരു പെർഫോമൻസും പെട്ടെന്ന് ആ ഒരു മാച്ചിൽ നോട്ടീസ് ചെയ്ത ഒരു പ്ലെയറുമാണ് സാമുൽ എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് മൂവ്മെൻറ്റ്സും ഡ്രിബ്ലിങ്ങും ആ ഒരു കൺട്രോളും പന്ത് എടുത്ത് മുന്നോട്ട് കയറി പോകുന്ന ഒരു എബിലിറ്റിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇമ്പ്രസീവായിട്ട് തന്നെ തോന്നിയതാണ്. പിന്നെ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ജേഴ്സി നമ്പർ 16ഉം 7ഉം ആ രണ്ട് ഫോറിൻ സ്ട്രൈക്കേഴ്സ് അവർ കയറി ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഒരു പ്രോപ്പർ സപ്പോർട്ട് മറ്റ് ഇന്ത്യൻ പ്ലേയേഴ്സിൽ നിന്ന് ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ചും ഗോകുലത്തിന് കിട്ടിയില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം കൂടുതൽ ഫോറിൻ പ്ലേയേഴ്സിനെ ആ ഒരു ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനാണ് ഗോകുലം കേരള FCയുടെ കോച്ച് ശ്രമിച്ചത്. മറ്റൊരു ഫോറിൻ പ്ലെയർ ആയിട്ടുള്ള റീക്കോയെ, ജേഴ്സി നമ്പർ 11 റീക്കോയെ എമിൽ ബെന്നിക്ക് പകരമായിട്ട് കൊണ്ടുവന്നപ്പോൾ ഫ്രണ്ടിൽ കൂടുതൽ ഫോറിൻ പ്ലേയേഴ്സ്, ലെഫ്റ്റിൽ മാർട്ടിനസ് ഉണ്ട്, ഫ്രണ്ടിൽ ജേഴ്സി നമ്പർ 7 ആൽഫ്രഡ് ഉണ്ട്, ജേഴ്സി നമ്പർ 16 ആൽബർട്ട് കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്തും പന്തെടുത്ത് കളിക്കാനും പാസ് വെച്ച് കൊടുക്കാനൊക്കെ എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണെന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. അദ്ദേഹം കുറച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് ഈ റിക്കോയും ആ ഒരു ഫ്രണ്ടിൽ വരുന്നുണ്ടായിരുന്നു. സോ ഫ്രണ്ടിൽ സെൻറ്ററിൽ തന്നെ ഒരു 3 ഫോറിൻ പ്ലേയേഴ്സിൻ്റെ സാന്നിധ്യം കിട്ടി. ലെഫ്റ്റിൽ ഈ പറഞ്ഞ പോലെ റിക്കോയും വന്നു. അതിൻ്റെ ഫലം അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം നടത്തിയതിൻ്റെ ഒരു
ഫലം ഗോകുലം കേരള FC സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് കണ്ടിന്യൂസ് ആയുള്ള അറ്റാക്സ് ആയിട്ട് ഇപ്പോൾ ഒരു ഗോൾ അടിക്കുമെന്ന് പറയുന്ന ഒരു ഫീൽ കൊണ്ടുവരാൻ സെക്കൻഡ് ഹാഫിൽ ഗോകുലത്തിന് സാധിച്ചു. ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ട് പന്ത് കിട്ടാതെ എങ്ങനെയാണോ ഗോകുലം ആ ഒരു ഡിഫൻസീവ് ഫുട്ടിൽ നിന്നത് അതേ രീതിയിലാണ് സെക്കൻഡ് ഹാഫിൽ പഞ്ചാബ് നിന്നത്. പക്ഷേ ഒരു വ്യത്യാസം വന്നത് പഞ്ചാബിനോടെ 3 ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയപ്പോൾ ഇപ്പുറത്ത് രണ്ടാമത്തെ ഹാഫിൽ അറ്റാക്കിംഗ് വൈസും ബോൾ പോസ്റ്റിലും ഡോമിനേറ്റ് ചെയ്തെങ്കിലും ഗോൾ കണ്ടെത്താൻ മാത്രം ഗോകുലത്തിന് സാധിച്ചില്ല. അത് തന്നെയാണ് ഈ ഒരു മാച്ചിൽ ഒരു ഡിഫറൻസ്. അല്ലെങ്കിൽ ഒരു കംബാക്കിലേക്ക് വരാൻ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ഫൗളായിട്ടാണ് അത് മാറുന്നത്. അല്ലെങ്കിൽ ഒരു കംബാക്കിലേക്ക് വരാൻ ഒരു പക്ഷേ ഗോകുലത്തിന് സാധിച്ചില്ല. നല്ലൊരു കംബാക്കാണ് ശരിക്കും പെർഫോമൻസ് വൈസ് സെക്കൻഡ് ഹാഫിൽ ഗോകുലം കൊണ്ടുവന്നത്. പക്ഷേ ആ ഒരു ഗോൾ സ്കോറിങ്ങിലുള്ള വ്യത്യാസം ഈ ഒരു എൻ്റയർ മാച്ച് ഗോകുലത്തിൻ്റെ കൈവിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ബാക്ക് എങ്കിലും ഒരു ഗോൾ ഡിഫറൻസ് എങ്കിലും കുറയ്ക്കുന്ന രീതിയിൽ ഗോൾസ് സ്കോർ ചെയ്യാൻ സെക്കൻഡ് ഹാഫിൽ ഗോകുലത്തിന് സാധിച്ചേനെ. സോ ആ ഒരു എൻ്റയർ മാച്ച് എടുത്ത് നോക്കുമ്പോൾ എവിടേക്കോ ഗോകുലം പ്രിപ്പയർഡ് അല്ലാത്ത അല്ലെങ്കിൽ മതിയായ കോർഡിനേഷനും ആ ഒരു പാസിംഗ് ഒക്കെ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് മിസ് പാസുകളും 5-6 പാസ് തികച്ച് കളിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഗോകുലത്തിൻ്റെ ആ ഒരു കോർഡിനേഷൻ മാറുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ സെയിം സംഭവം നമ്മൾ പഞ്ചാബിലും കണ്ടു. ആ ഒരു അറ്റാക്കിംഗ് പ്രഷർ വന്നപ്പോൾ ഇപ്പുറത്ത് അത് സംഭവിച്ചത് പഞ്ചാബിനാണ്. പഞ്ചാബിനും അത്തരത്തിലുള്ള മിസ് പാസുകളും പന്ത് വീണ്ടും ഗോകുലം എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന സംഭവം കണ്ടിരുന്നു. പക്ഷേ ആ ഒരു കോർഡിനേഷൻ കുറച്ചുകൂടി ഫസ്റ്റ് ഹാഫിൽ കാഴ്ചയൊക്കെ സാധിച്ചിരുന്നെങ്കിൽ ഗോൾ അഴങ്ങുന്ന കാര്യം കുറയ്ക്കാനും വേണമെങ്കിൽ 1-2 ഗോൾ സ്കോർ ചെയ്യാനും ഫസ്റ്റ് ഹാഫിൽ സാധിച്ചേനെ. സോ എന്തായാലും നമ്മൾ വളരെ ഷോർട്ടായിട്ട് വളരെ ക്രിസ്പായിട്ട് ആ ഒരു മാച്ചിനെ പറ്റി ഒരുപാട് ഡീപ്പായിട്ട് സംസാരിക്കാതെ ഒരു ഫസ്റ്റ് വാസിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. എന്തായാലും ഈ ഒരു മാച്ച് നിങ്ങൾ കണ്ടതാണെങ്കിൽ ഇതല്ലാതെ നിങ്ങൾ നോട്ടീസ് ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.